കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരീഡ് വന്നതിന് ശേഷവും ഈ രണ്ട് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ആ രണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് ഇതിനോടകം വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. ദിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിനോടകം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് മെയിനായിട്ട് വീഡിയോസ് ചെയ്യുന്നത് PCOD ഉള്ള ആളുകൾക്കും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളോ PMS ഒക്കെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ PCODയുടെ സമയത്തും അതുപോലെ PMS ഉള്ള സമയത്തും ഒക്കെ ഉണ്ടാവുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും അവർ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ലക്ഷണങ്ങളെ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡോക്ടർ തന്ന മെഡിസിൻസ് കഴിക്കുകയോ ഹെക്റ്റിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യുകയോ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്രഗ്നൻസി നഷ്ടമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് അവയർനെസ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ പീരിയഡ്സ് ആകുന്ന ദിവസം ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടായിട്ടും പ്രഗ്നൻസി വരുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ലോ ബ്ലീഡിംഗ് ആണ്. അതായത് ചില ആളുകൾക്ക് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിന് ചിലപ്പോൾ 1-2 ദിവസം മുൻപായിട്ടോ ചില ആളുകൾക്ക് കറക്റ്റ് ബ്ലീഡിംഗ് ഡേറ്റിലോ ബ്ലീഡിങ് വന്നതിന് ശേഷം അത് നിന്ന് പോകാറുണ്ട്. അതായത് ലൈറ്റായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ലൈറ്റായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും. പക്ഷേ ഈ പോകുന്ന രക്തത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. ചില ആളുകൾക്ക് 2 ദിവസമൊക്കെ ഉണ്ടാകും. പക്ഷേ പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറവായിരിക്കും. രക്തത്തിൻ്റെ അളവ് കുറവെന്ന് ഉദ്ദേശിച്ചത് ഒരു പാഡ് പോലും ഫുള്ളായിട്ട് നിറയേണ്ടാത്ത തരത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അത്രത്തോളം പോലും ബ്ലീഡിങ് ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവുക. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഇതുപോലെയാണ് സ്പോട്ടിങ് വരുന്നതെങ്കിൽ ആ ബ്ലീഡിങ് പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രൊജസ്ട്രോൺ ഹോർമോണിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടോ ചിലർക്ക് സെർവിക്സ് ഷോർട്ടായി പോകുന്നത് കൊണ്ടോ ചില ആളുകൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ കുഞ്ഞിനുണ്ടാവുന്നത് കൊണ്ടോ ത്രിട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടോ ഈ പ്രഗ്നൻസി സമയത്ത് സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 months വരെ ഈ ഒരു സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം പ്രഗ്നൻസി കുഞ്ഞ് കയ്യിൽ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ മാസവും പോകുന്ന ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് കുറവ് ബ്ലീഡിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഏർലി മോർണിംഗിലെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ പീരിയഡ്സിൻ്റെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ആ ഒരു ആദ്യത്തെ സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള HCGയുടെ അളവ് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൾസ് റിസൾട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്ന തരത്തിലുള്ള റിസൾട്ട് കാർഡിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പീരിയഡ്സിൻ്റെ ആ സിംറ്റം പോലെ തന്നെയാണ്, അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ കുറച്ച് ദിവസം കൂടി എഗെയിൻ ഒരു 5 days കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പീരിയഡ്സ് ആകാൻ വേണ്ടി തന്നെയായിരിക്കും. അതായത് മറ്റുള്ള ഏതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെറിയ സ്പോട്ടിംഗ് ഉണ്ടായതായിരിക്കും. ആ ഹോർമോണൽ ഇംബാലൻസസിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള PCOD ഉണ്ടോ, അനീമിയ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത മാസവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണോ ബ്ലീഡിങ് വരുന്നതെന്ന് നോക്കുക. കമ്പാരിറ്റീവ്ലി ലോ ആയിട്ടോ അല്ലെങ്കിൽ സെയിം ആയിട്ട് തന്നെയാണ് ബ്ലീഡിങ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്യുകയാണെങ്കിൽ PCOD ആണോന്നോ അനീമിക് ആണോന്നോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ്, ഈസ്ട്രജൻ്റെയോ പ്രൊജസ്ട്രോണിൻ്റെയോ എന്തെങ്കിലും ഇംബാലൻസസ് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് ആദ്യത്തെ ഒരു ലക്ഷണം.
രണ്ടാമത്തേതെന്ന് പറയുന്നത് ആ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷവും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവരിക. ചിലവർക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ചിലവർക്ക് ആ ഒരു എക്സ്പയറി ഡേറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു ദിവസം നല്ലതുപോലെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാകും, ഹെവി ആയിട്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിന് ശേഷവും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കടന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിൻ്റെ ചിലപ്പോൾ ഒരു സൂചനയായിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടോ, അതായത് ഈസ്ട്രോജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ, മറ്റുള്ള ഏതെങ്കിലും ഒരു സർവിക്സ് ഷോർട്ടായി പോകുന്നതോ ഒക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ചിലർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതായത് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഉണ്ടാവുക, കണ്ടിന്യൂസ് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരിക, എല്ലായ്പ്പോഴും കിടന്നുറങ്ങാനായിട്ട് തോന്നുക. അങ്ങനെ നമുക്ക് പ്രഗ്നൻസി ആണെന്ന് ഏകദേശം ഉറപ്പിക്കാൻ പാകത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡോക്ടറെ പോയി കാണുക. നിങ്ങൾ 2 തവണ കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ശരീരത്തിൽ, അതായത് ബ്ലഡിൽ എത്രത്തോളം HCG ലെവൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാല്യൂ എബോവ് 5 ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണ്, ദെൻ ബിലോ 5 ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്. അതിനുശേഷവും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ, അതായത് ഓവറായിട്ട് ടയർഡ്നെസ് ഉണ്ടാവുക, വോമിറ്റിംഗ് ടെൻഡൻസി വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. കഴിഞ്ഞ മാസം ഒരു 3-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 3-ാം തീയതി മുതൽ, കഴിഞ്ഞ മാസം 3-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ നോക്കി തിട്ടപ്പെടുത്തി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. ഓരോ മാസങ്ങളിൽ 30-31 ഒക്കെ ദിവസങ്ങൾ വ്യത്യാസമുള്ളത് കൊണ്ട് ഫോണിലെ കാലണ്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓവുലേഷൻസിൻ്റെ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ചെറുതായിട്ട് ഡിസ്ചാർജോ സ്പോട്ടിങ്ങോ ഉണ്ടായ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ചെറിയ സ്പോട്ടിങ് വരുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാണോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് പോയി തുടങ്ങിയത് ആ ദിവസത്തെ നിങ്ങൾ ഡേ 1 ആയിട്ടെടുത്ത് കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.